ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചന്ദ്രിക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആരതി. അപ്പോൾ ഓരോ ഡ്രസ്സൊക്കെ മാറ്റി സ്റ്റൈലൊക്കെ ആയതിനു ശേഷം ആരതി തന്നെ പറയാണ്, എൻ്റെ കണ്ണ് തന്നെ കൊള്ളുമെന്ന്. കാരണം അത്രയധികം സുന്ദരിയായിട്ടുണ്ടായിരുന്നു ചന്ദ്രിക. സൂപ്പറായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ചന്ദ്രികയുടെ മുഖത്ത് ആകെ ഒരു നാണം ഉണ്ടായിരുന്നു. അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ തനിയെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സുന്ദരനായിട്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ ഒരു അടിപൊളി പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് ആരതി നേരെ അവൻ്റെ മുറിയുടെ മുന്നിലേക്ക് പോവാണ്. കാരണം തലേന്ന് മൈലാഞ്ചി ഇട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ ആരതിക്ക് അവൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചന്ദ്രികയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ആരതിയോട് പറയരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രികയാണെങ്കിൽ ആ കാര്യം ആരതിയോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരതി സിദ്ധുവിനോടുള്ള നല്ല ദേഷ്യം കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിദ്ധു വന്ന സമയത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ആരതി പറയുന്നുണ്ട്, നിൽക്ക് ഇപ്പം തരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധുവിൻ്റെ മുറിയിലേക്ക് പോകുന്നത്. നേരെ പോയതും സിദ്ധുവിൻ്റെ ചെവി പിടിച്ച് തിരുമ്മുവാണ്. സിദ്ധു ആണെങ്കിൽ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. ഏയ് എന്തിനാ ചെയ്യുന്നത്? മിണ്ടരുത് എന്നോട്. ഞാൻ നിൻ്റെ അടുത്ത് നല്ല ദേഷ്യത്തിലാണുള്ളത്. ആരതി വിട്ടുകൊടുക്കുന്നില്ല. ഏയ് ദേഷ്യമോ? എന്തിനാ ദേഷ്യം? സിദ്ധു ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇന്നലെ രാത്രി ഞാൻ നിന്നോട് എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാമോ എന്ന് ചോദിച്ചതല്ലേ? അപ്പം നീ എന്താ പറഞ്ഞത്? നിനക്ക് മൈലാഞ്ചി ഇടാൻ അറിയില്ല, സമയമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നേരെ പോയി ചന്ദ്രികയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അതും എന്ത് ഭംഗിയായിട്ട്. ആദ്യം സിദ്ധു ഒന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിച്ചതാണ്. അത് ഞാനല്ല ചന്ദ്രയ്ക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ നീ ഇട്ട് കൊടുക്കാതെ അയൽവക്കത്തുള്ള ചേട്ടൻ വന്നിട്ട് ഇട്ട് കൊടുത്തതാണോ? ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. സിദ്ധു പറഞ്ഞത് കേട്ടപ്പോൾ ആരതി ദേഷ്യം കൊണ്ട് അവർ തലക്കിട്ട് കുറേ കിഴുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ താഴെ പോയിട്ട് ഇതെല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അയ്യോ 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 പോവല്ലേ, എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തല്ലേ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ മൈലാഞ്ചി ഇട്ട് തന്നാൽ പോരെ? മതി, ശരി ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞതും സിദ്ധു ഇപ്പുറത്ത് തിരിഞ്ഞിട്ട് മുഖം ഇങ്ങനെ ആക്കുകയാണ്. അയ്യോ, ഇനി ഇവക്കും മൈലാഞ്ചിട്ട് കൊടുക്കണമല്ലോ എന്ന്. അത് മാത്രമല്ല, ഈ ചന്ദ്രികയാണെങ്കിൽ വളരെ ശുദ്ധയായിപ്പോയി. ഇവളോടൊരു കാര്യം പറയാൻ പറ്റില്ല, എല്ലാവരോടും അത് അവൾ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ സിദ്ധു പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ ആരതി പറയാണ്, മതി മതി, എനിക്ക് മനസ്സിലായി നീ എന്താ പറയുന്നതെന്നൊക്കെ. ഇനി സമയം വൈകിപ്പിക്കണ്ട, താഴേക്ക് വാ, എല്ലാവരും നിന്നെ കാത്തു നിൽക്കുകയാണ്. ഏയ് ചന്ദ്രിക റെഡിയായോ? ചന്ദ്രിക ഓൾറെഡി റെഡിയായി, ഇനി നീ വരാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് ആരതി താഴേക്ക് പോവുകയാണ്. സിദ്ധു ആണെങ്കിൽ സന്തോഷം കൊണ്ട് എങ്ങനെ അത് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാതെയാണ് നിൽക്കുന്നത്. കാരണം അത്രയും നാളത്തെ ഡ്രീമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതേസമയം താഴെയാണെങ്കിൽ എല്ലാവരും നിശ്ചയത്തിനുള്ള ഒരുക്കത്തിലാണ്. ഒരുപാട് അതിഥികളൊക്കെ വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വീട്ടുകാരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ മുന്നിൽ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മലരും അവളുടെ കൂട്ടുകാരികളും ചേർന്ന് കളിക്കുമ്പോഴാണ് കുറച്ച് ദൂരത്ത് നിന്നായിട്ട് വാസുദേവൻ വരുന്നതും മലര് കാണുന്നത്. ഹായ് മുത്തശ്ശൻ എന്നും പറഞ്ഞ് നേരെ ജാനകിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ജാനകിയുടെ അടുത്ത് എത്തിയപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ മോളെയും ചോദിക്കുന്ന സമയത്ത് വാസുദേവ മുത്തശ്ശൻ വരുന്നുണ്ട് എന്ന് പറയാണ്. അത് കേട്ടപ്പോഴേക്കും ജാനകിയുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് നിറയാണ്. ഈ ഒരു പരിപാടി ഇപ്പോൾ അലങ്കോലപ്പെടുമെന്ന് വിചാരിച്ചിട്ടുള്ള ടെൻഷനിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ലക്ഷ്മിയും ആരതിയാണെങ്കിൽ വേഗം ജാനകിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പിന്നാലെ മഹാദേവനും. അപ്പോൾ ലക്ഷ്മി കുറച്ച് ക്ഷമയോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്, ജാനകി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിനക്ക് വാസുവിനോട് നല്ല ദേഷ്യമുണ്ടെന്ന്. വാസു ഇപ്പോൾ വന്നെങ്കിലും ഈ നിശ്ചയത്തിൽ അവൻ പങ്കുചേരണോ വേണ്ടയോ എന്നുള്ളത് നീയാണ് പറയേണ്ടത്. വാസു ഇപ്പോൾ ഈ വീട്ടിൽ അതിഥിയായിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ വീട്ടിലേക്ക് കയറ്റുന്നതും കയറ്റാതിരിക്കുന്നതും നിന്റെ ഇഷ്ടമാണ്. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ആരും അഭിപ്രായം പറയില്ല. ലക്ഷ്മി വളരെ ക്ഷമയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാനകി കേട്ടു നിൽക്കുവാണ്. അപ്പോൾ മഹേന്ദ്രനും ജാനകിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ആരും തലയിടില്ല. നിന്റെ ഇഷ്ടം എന്താണോ അതായിരിക്കും, അതിനൊപ്പമേ ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുള്ളൂ. വാസു ആണെങ്കിൽ അകത്തേക്ക് കയറാൻ ധൈര്യമില്ലാതെ അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ ആരതി പോയിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, അമ്മ എൻ്റെ കല്യാണത്തിനോ അച്ഛന് പങ്കുചേരാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് സിദ്ധുവിൻ്റെ നിശ്ചയത്തിനെങ്കിലും അച്ഛൻ ഉണ്ടായിക്കോട്ടെ അമ്മ. അത് കേട്ട സമയത്ത് ജാനകി ഏട്ടനെയും ഏട്ടൻ്റെ അമ്മയെ നോക്കുകയാണ്. അതിനുശേഷം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡായിട്ട് വാസുദേവനെ ഈ വീട്ടിനകത്തേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല. എന്നാൽ നിങ്ങളുടെ അച്ഛൻ എന്ന സ്ഥാനത്ത് അയാൾക്കിവിടെ വരാം. ഈ ഒരു നിശ്ചയത്തിൽ അയാൾക്ക് പങ്കുചേരുകയും ചെയ്യാം. അത് കേട്ട സമയത്ത് ആരതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അതുപോലെ തന്നെ ലക്ഷ്മിക്കും മഹേന്ദ്രനും ഒക്കെ വലിയൊരു അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വാസുദേവൻ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അവരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. ജാനകി പറഞ്ഞപ്പോൾ തന്നെ വേഗം ലക്ഷ്മി ആരതിയോട് പറയുന്നുണ്ട്, ആരതി നിൻ്റെ അമ്മ പറഞ്ഞില്ലേ, വേഗം പോയി നിൻ്റെ അച്ഛനെ കൂട്ടിയിട്ട് വാ.
അത് കേൾക്കേണ്ട താമസം ആരതി വേഗം തന്നെ പുറത്തേക്ക് പോവുകയാണ് വാസുവിൻ്റെ അടുത്തേക്ക്. വാസു ആണെങ്കിൽ കുറ്റബോധത്തോടു കൂടി തലതാഴ്ത്തിയിട്ട് അവിടെ സങ്കടത്തോടു കൂടി നിൽക്കുവാണ്. അപ്പോൾ ആരതി വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛനെ വിളിക്കുകയാണ് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാസു ആണെങ്കിൽ ആരതിയെ കണ്ടപ്പോൾ തന്നെ സുഖാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരതി പറയുന്നുണ്ട് എനിക്ക് സുഖമാണ്, അച്ഛനോ? എന്നിട്ട് അവൾ തന്നെ പറയാണ് അതൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് സംസാരിക്കാം, അച്ഛൻ അകത്തേക്ക് വാ. വേണ്ട മോളെ, അച്ഛൻ ഇവിടെ നിന്നോളാം. അത് കേട്ടപ്പോൾ ആരതി പറയുന്നുണ്ട് അച്ഛാ, വീട് വരെ വന്നിട്ട് ഇങ്ങനെ മുന്നിൽ തന്നെ നിൽക്കുന്നത് എന്താ അച്ഛാ അർത്ഥം? അകത്തേക്ക് വാ അച്ഛാ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ മോളെ അകത്തേക്ക് വരിക? ജാനകി ഒരു വാക്ക് കൊണ്ടുപോലും എന്നെ വിളിച്ചില്ലല്ലോ മോളെ. അപ്പോൾ ആരതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മയോട് അച്ഛൻ ചെയ്ത ദ്രോഹം അമ്മയ്ക്ക് മറക്കാനോ പൊറുക്കാനോ സാധിക്കുന്നതല്ല അച്ഛാ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അച്ഛനോട് ക്ഷമിക്കാൻ സാധിക്കാത്തത്. പക്ഷേ അതേസമയം ഞങ്ങളുടെ അച്ഛനായിട്ട് സിദ്ധുവിൻ്റെ നിശ്ചയത്തിൽ അച്ഛനോട് അകത്തേക്ക് വരാൻ അമ്മ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അച്ഛാ. അത് കേട്ടപ്പോൾ അയാൾ നിറഞ്ഞ കണ്ണുകൾ തുടക്കുവാണ്. കരയാതച്ഛാ, അകത്തേക്ക് വാ. ശരി മോളെ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആരതിയുടെ കൂടെ വാസു അകത്തേക്ക് പോവാണ്. വാസുവിനെയും കൂട്ടിയിട്ട് ആരതി നേരെ പോയിട്ടുണ്ടായിരുന്നത് ജാനകിയും ലക്ഷ്മിയും ഒക്കെ നിൽക്കുന്ന ഭാഗത്തേക്കായിട്ടാണ്. ജാനകിയാണെങ്കിൽ ആ സമയത്ത് ദേഷ്യത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ആരതിയാണെങ്കിൽ വാ അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷേ വാസു അടുത്തെത്തിയ സമയം തൊട്ട് ജാനകിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയോട് പറയുന്നുണ്ട് ഏട്ടത്തി, ഗുരുക്കൾ വന്ന ഉടനെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അകത്തുണ്ടാവും. അത് പറഞ്ഞിട്ട് ജാനകി അവരുടെ വീൽ ചെയറിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വാസു പറയാണ് ജാനകി എന്നോട് ക്ഷമിക്കുമോളെ. പക്ഷേ ജാനകി വാസുവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് നീ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, അത് ഞാൻ സ്വീകരിക്കാൻ എന്നോ തയ്യാറായതാണ്. പക്ഷേ വെറുപ്പോടെ എന്നെ മാറ്റി നിർത്തല്ലേ. എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, സ്വന്തക്കാരെല്ലാവരും ഉണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ ഇന്നൊരു അനാഥനാണ്. അയാൾ കരഞ്ഞുകൊണ്ട് കുറ്റബോധത്തോടെ തെറ്റുകളെ ഏറ്റു പറയുകയാണ്. നീ എന്നാണോ എന്നോട് ക്ഷമിക്കുന്നത് അന്ന് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടുള്ളൂ, അന്ന് മാത്രമേ എനിക്കെൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. പക്ഷേ ജാനകി ഒരു തവണ പോലും വാസുദേവനെ നോക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല അവർ ദേഷ്യത്തോടെയും വെറുപ്പോടെയും പറയുന്നുണ്ട് നിങ്ങളുടെ മുഖത്തിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലും ഏറ്റവും വെറുപ്പായിട്ടാണ് എനിക്കിന്ന് തോന്നുന്നത്. കുട്ടികളുടെ അച്ഛൻ ജീവനോടെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു കല്യാണ നിശ്ചയം ഇത്രയും ആർഭാടമായിട്ട് നടത്തിയിട്ട് അയാളെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ഈ നാട്ടുകാരും വീട്ടുകാരും എന്നോട് ചോദിക്കും എന്ന് കരുതി മാത്രമാണ് ഈ ഒരു നിശ്ചയത്തിൽ നിങ്ങളോട് കൂടി ചേരാൻ വേണ്ടി ഞാൻ സമ്മതം തന്നത്. ജാനകി തൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ജാനകി എന്തുകൊണ്ടാണ് വാസുദേവനെ വരാൻ അനുവദിച്ചത് എന്ന്. അതുമാത്രമല്ല അവർ പറയുന്നുണ്ട് കുട്ടികളുടെ അച്ഛനായിട്ട് ഇവിടെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ള കടമകൾ അത് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ജാനകി അങ്ങനെ തീർത്ത് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും ആകെ ഒരു ഷോക്കാവുകയാണ്. ആരതിയും സങ്കടത്തോടെ അച്ഛനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങളാരോ ഞാനാരോ, അല്ലാതെ നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. ജാനകി പറയുന്നതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ് അച്ഛനും അതുപോലെ മഹേന്ദ്രനും ലക്ഷ്മിയും ഒക്കെ. ആ സമയത്ത് വാസുദേവൻ നേരെ വന്ന് ജാനകിയുടെ കാൽക്കൽ അവിടെ വീണ് കിടക്കുകയാണ്. എന്നിട്ട് അയാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ജാനകി എനിക്ക് മാപ്പ് തരൂ, അല്ലാത്ത പക്ഷം നിന്റെ കൈകൊണ്ട് എന്നെ കൊന്നേക്ക്, സമാധാനത്തോടെ ഞാൻ മരിച്ചോളാം. അയാൾ കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ ജാനകി തിരിച്ചു പറയുന്നുണ്ട് എന്ന് നിങ്ങൾ എന്നോട് വിശ്വാസവഞ്ചന ചെയ്തോ അന്ന് മുതൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞു. അയാൾക്കിനി മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അയാൾ ചെയ്ത ദ്രോഹം അത്രത്തോളം വലുതാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആരും അയാളെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയും ഇതിൽ കൂടുതൽ നിങ്ങളെ കൊണ്ട് എന്നെ എന്ത് ചെയ്യാനാ കഴിയുക, അത് പറ. വാസുദേവൻ ജാനകിയുടെ കാൽ കീഴിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. അവരുടെ കൈ ഇങ്ങനെ പിടിച്ച് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അയാളുടെ നേരെ നോക്കാൻ വേണ്ടി. പക്ഷെ ജാനകി അത്രത്തോളം വെറുപ്പോടു കൂടിയാണ് നിൽക്കുന്നത്. അയാൾ ഒരു തവണ നോക്കുക പോലും ചെയ്യില്ല എന്നുള്ളൊരു വെറുപ്പോടെ. ആ സമയത്ത് ആരതി പോയിട്ട് അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അച്ഛ എഴുന്നേൽക്കച്ഛ, എഴുന്നേൽക്ക്. വാസു എഴുന്നേറ്റ സമയത്ത് ആരതി തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ അമ്മയോട് വിശ്വാസവഞ്ചന ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതായിരുന്നു അച്ഛാ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് കൊണ്ടും പറഞ്ഞതുകൊണ്ടും എന്താ അച്ഛാ പ്രയോജനം? അത് ശരിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വാസുദേവൻ മറുത്തൊന്നും പറയുന്നില്ല. അതിനുശേഷം അയാൾ നോക്കുന്നത് മഹേന്ദ്രനെയും അതുപോലെ തന്നെ ജാനകിയുടെ അച്ഛനെയും ആയിരുന്നു. നേരെ ആദ്യം അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അച്ഛാ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അളിയ, എനിക്ക് മാപ്പ് തരൂ അളിയ എന്ന് മഹേന്ദ്രനോടും പറയുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും അത്ര വലിയ മുഖം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചൊരു ദേഷ്യത്തോടെയാണ് മുത്തശ്ശനൊക്കെ നിൽക്കുന്നത്. കാരണം അത്രത്തോളം വലിയൊരു ദ്രോഹം തന്നെയാണ് വാസുദേവൻ തൻ്റെ മകളോടും തൻ്റെ സഹോദരിയോടും ചെയ്തതെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു. അപ്പോൾ വാസുദേവൻ കുറ്റബോധത്തോടെ ക്ഷമാപണത്തോടെയും പറയുന്നുണ്ട് ആരുമില്ലാതെ ഒരു അനാഥനായിട്ടായിരുന്നു ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് വന്നത്. അങ്ങനെയുള്ള എനിക്ക് നിങ്ങളുടെ മകളെ തന്നെ നിങ്ങൾ കെട്ടിച്ചു തന്നു.
എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തും സത്യസന്ധനായില്ല, നിങ്ങളുടെ മകളുടെ അടുത്തും സത്യസന്ധനായില്ല. ഞാനൊരു കേവലമായ ജന്മമായി പോയി അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ക്ഷമാപണം നടത്തുവാണ്. ഞാൻ നിങ്ങളോട് ചെയ്ത വിശ്വാസവഞ്ചനയ്ക്ക് ജ്യോതി എനിക്ക് നല്ല 8ന്റെ പണി തന്നെയാണ് തന്നത്. ഞാൻ ചെയ്ത തെറ്റ് ഇപ്പോൾ എന്നെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അച്ഛാ, എനിക്ക് മാപ്പ് തരുവച്ചാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ വീഴ് കരയാണ്. എന്നാൽ മുത്തശ്ശനും വാസുദേവനും മാപ്പ് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഒരു വാക്ക് പോലും വാസുദേവനോട് മറുത്തോ അല്ലെങ്കിൽ എതിരായിട്ടോ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. വാസുദേവൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, മാപ്പ് തരാൻ വേണ്ടിയിട്ട് യാചിച്ചുകൊണ്ട് പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് ആരതിക്ക് തന്നെ സങ്കടം തോന്നിയിട്ട് അച്ഛാ വേണ്ട എന്നൊക്കെ പറയുകയാണ്. പക്ഷേ മുത്തശ്ശനാവട്ടെ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുകയോ അദ്ദേഹത്തോട് എഴുന്നേൽക്കാൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അയാളുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ ലക്ഷ്മിക്കൊക്കെ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രനോടും വീണ്ടും യാചിക്കുകയാണ് വാസുദേവൻ, അളിയാ എനിക്ക് മാപ്പ് തരുവളിയാ, മാപ്പ് തരുവളിയാ എന്നൊക്കെ. അത്ര ആളുകളുടെ മുന്നിൽ അയാൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ആരതിക്ക് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും വീണ്ടും വാസുദേവൻ രണ്ടുപേരോടും മാപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജാനകിയാണെങ്കിൽ മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് ദേഷ്യത്തോടെ. അവസാനം മുത്തശ്ശൻ വാസുദേവനോട് പറയുന്നുണ്ട്, എഴുന്നേക്ക്, എഴുന്നേക്കാൻ. അപ്പോൾ അയാൾ എഴുന്നേറ്റപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഒരാൾ അറിയാതെ തെറ്റ് ചെയ്തു പോയാൽ നമുക്ക് അയാൾക്ക് മാപ്പ് കൊടുക്കാം. പക്ഷേ അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നതെങ്കിലോ? അങ്ങനെ തെറ്റ് ചെയ്ത ഒരാളോട് എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കുക? നീ അറിഞ്ഞുകൊണ്ടാണ് ജാനകിക്കും ഈ കുടുംബത്തിനും ഇത്രയധികം ദ്രോഹങ്ങൾ ചെയ്തത്. ഇപ്പോൾ തെറ്റ് തിരുത്തിയെന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുന്നു. നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും കുടുംബജീവിതവും നിനക്ക് തിരിച്ചു നൽകാൻ സാധിക്കുമോ? അതിന് ഒരു മറുപടി കൊടുക്കാൻ വാസുദേവന് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അയാൾ തലതാഴ്ത്തി നിൽക്കുകയാണ്. നീ കാരണം ഈ കുടുംബം എത്രത്തോളം അപമാനിക്കപ്പെട്ടു, അതൊക്കെ നിന്നെ കൊണ്ട് ശരിയാക്കാൻ സാധിക്കുമോ? പറ്റില്ലല്ലോ അല്ലേ? അതാ പറയുന്നത്, നഷ്ടപ്പെട്ടത് തന്നെയാണ്. നഷ്ടപ്പെട്ട ഒരു കാര്യവും നീ മാപ്പ് ചോദിച്ചത് കൊണ്ട് തിരിച്ചു വരില്ല. സിദ്ധുവിന് വേണ്ടിയും ആരതിക്ക് വേണ്ടിയും മാത്രമാണ് ജാനകി വീണ്ടും ഈ വീട്ടിലേക്ക് നിന്നോട് വരാൻ പറഞ്ഞത്. അല്ലാതെ അവൾ നിനക്ക് മാപ്പ് നൽകി അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് ക്ഷണിച്ചതല്ല. അവൾ പോലും നിനക്ക് മാപ്പ് തരാത്തപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെയാണ് നിനക്ക് മാപ്പ് തരിക? ജാനകി വാസുദേവനോടുള്ള വെറുപ്പോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ വാസുദേവനോട് പറയുന്നുണ്ട്, ഒരച്ഛനായിട്ട് നിന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാമോ അത് ചെയ്തിട്ട് നീ പൊയ്ക്കോ. ശേഷം വാസുദേവനെ തൊഴുതുകൊണ്ട് അദ്ദേഹം പറയാണ്, അല്ലാതെ നിന്നിൽ നിന്നും ഞങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ബോധ്യം വാസുദേവന് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, അച്ഛാ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു. അഴുക്കിൽ ജീവിച്ച് വളർന്ന എന്നെ വലിയ മണിമാളികകളും സൗകര്യങ്ങളും തന്നിട്ട് വലിയവനാക്കിയവനായിരുന്നു നിങ്ങൾ. വീണ്ടും അതേ കുപ്പയിലേക്ക് തന്നെയാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ മരുമകനാകാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു എന്ന് ഞാൻ തന്നെ തെളിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തുവാണ് വാസുദേവൻ. അയാൾ അവിടെ നിന്ന് കരയുന്നത് നോക്കി നിൽക്കുവാണ് എല്ലാവരും. അപ്പോൾ മഹേന്ദ്രൻ ആരതിയോട് പറയുന്നുണ്ട്, ആരതി നിന്റെ അച്ഛനെ സിദ്ധാർത്ഥിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. അച്ഛാ വാ അച്ഛാ എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിൻ്റെ അരികിലേക്ക് വാസുദേവനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആരതി. എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ്. അതേസമയം മേഘയാണെങ്കിൽ പുറത്തൊരാളെ കാത്തു നിൽക്കുന്ന തിരക്കിലാണ്. ഒരുപാട് നേരം അവൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവളുടെ മുഖഭാവം കണ്ടാൽ അറിയാം. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ ബൈക്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടാൽ ഗുണ്ടയെ പോലെ തോന്നിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ പരസ്പരം കോൾ ചെയ്തിട്ട് എവിടെയുള്ളതെന്നൊക്കെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മേഘയും അയാളും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ മേഘയോട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട സഹായം മാഡം? മേഘ പറയാതെ ആലോചിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ മാഡം ഇത്രമാത്രം ആലോചിക്കാൻ? എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. കുഴപ്പമില്ല, പറഞ്ഞോളൂ. മേഘ ചുറ്റിലും നോക്കിക്കൊണ്ട് കാര്യം അയാളോട് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. മുഴുവനായി കേട്ടതിന് ശേഷം അയാൾ പറയുന്നുണ്ട്, മാഡം പാറ പൊട്ടിക്കാനുള്ള ബോംബാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വീട്ടിൽ വെക്കാനാണ് ബോംബ് ഉണ്ടാക്കിത്തരാൻ എന്നോട് ആവശ്യപ്പെടുന്നത്. വീട്ടിൽ വെക്കുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് ആളപായം ഉണ്ടായാൽ ആളുകൾ മരിച്ചുപോയ വലിയ കേസാവും മാഡം. പിന്നീട് വരുന്ന പോലീസ് കേസ് കൊണ്ട് എനിക്ക് ജീവിക്കാനാവില്ല. അപ്പോൾ മേഘ അയാളോട് വാക്ക് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഒരുവിധ പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ വിചാരിച്ച തരത്തിലുള്ള ബോംബ് നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും എത്രയോ അധികം പണം ഞാൻ നിങ്ങൾക്ക് തരാം. അയാൾ കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, പണത്തിൻ്റെ പ്രശ്നമൊന്നും അല്ല മാഡം, പ്രശ്നം കുറച്ച് സീരിയസ് ആയിരിക്കും. അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾക്ക് ഒരുവിധ പ്രശ്നവും വരില്ല, ഞാൻ വാക്ക് തരുന്നു. മേഘ അയാൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് എത്രയോ ആളുകൾ വന്നിട്ട് പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബോംബ് വാങ്ങിക്കൊണ്ട് പോകുന്നു. അതുപോലെ ഒരാളെ കണ്ടിട്ട് എനിക്ക് വേണ്ടി ചെയ്തു തരൂ. പക്ഷേ അത് കേട്ടിട്ടും അയാൾക്ക് വലിയ കുലുക്കമൊന്നുമില്ല. മേഘ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം പണം വേണം അത് മാത്രം പറ.
അയാൾ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു നിമിഷം മതിയായിരുന്നു മേഘയ്ക്ക് അയാളെ കറക്കിയെടുക്കാൻ വേണ്ടി. മേഘ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പണക്കാരനാവാനുള്ള അവസരം ജീവിതത്തിൽ എല്ലാവർക്കും ഒരു തവണയേ വരുള്ളൂ. ആ അവസരം വിനിയോഗിക്കുന്നവൻ പണക്കാരനാവും. അത് ഉപയോഗിക്കാൻ അറിയാത്തവൻ അവസാനം വരെയും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കും. അയാൾ ആലോചിച്ചു നിൽക്കുന്ന ഓരോ നിമിഷവും മേഘ അയാളുടെ മനസ്സിൽ ഓരോരോ തീപ്പൊരി വിതറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും എത്രയോ കാലം നിങ്ങൾ ഇങ്ങനെ തന്നെ 1000-നും 2000-നും ബോംബുണ്ടാക്കി കൊടുക്കും? ഞാൻ പറയുന്ന തരത്തിലുള്ള ബോംബ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാവാനുള്ള പണം ഞാൻ തരാം. മേഘ ഇങ്ങനെ അയാളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അയാൾ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു നിമിഷത്തിൽ അവസാനം അയാളും തിരിച്ചു ചോദിക്കുന്നുണ്ട്, എത്ര പണം തരും മാഡം? അത് കേട്ടപ്പോഴാണ് മേഘയ്ക്ക് സമാധാനമായത്. തൻ്റെ വലയിൽ അയാൾ വീണെന്ന് മേഘയ്ക്ക് ബോധ്യമായി. അത് കേട്ട് മേഘ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എത്ര പണം വേണമെങ്കിലും തരും. അതിനുശേഷം മേഘ അയാൾക്ക് ബോംബുണ്ടാക്കാനുള്ള രീതിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തേങ്ങയ്ക്കുള്ളിൽ ബോംബ് വെച്ചിട്ട് തന്നാൽ മതി, അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ആ ബോംബ് പൊട്ടിയതിന് ശേഷം ആ കുടുംബത്തിലുള്ള ഒരാൾ പോലും പിന്നീട് ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. പിന്നീട് ആ സ്വത്തിന് മുഴുവൻ ഞാൻ മാത്രമാണ് അവകാശി. ഞാൻ വിചാരിച്ചതുപോലെ എല്ലാവരും അവസാനിച്ചതിന് ശേഷം ഞാനാണ് ആ വീടിൻ്റെ അവകാശിയാവുന്നതെങ്കിൽ നീ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിൻ്റെ ജീവിതം സെറ്റിലാവുന്ന തരത്തിലുള്ള ഒരു എമൗണ്ട് ഞാൻ നിൻ്റെ കയ്യിൽ വെച്ചു തരും. അപ്പോൾ അയാളൊരു സംശയം ചോദിക്കുന്നുണ്ട്, മാഡം ബോംബ് പൊട്ടിയിട്ടാണോ ആ കുടുംബത്തിലുള്ളവരൊക്കെ മരിച്ചത് എന്ന് പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ മേഘ അവളുടെ ബുദ്ധിയിലുണ്ടായ ഐഡിയ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് ബോംബ് പൊട്ടിയിട്ടാണ് അവർ മരിച്ചതെന്ന് ഞാൻ പറയില്ല. ആ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ മരണം സംഭവിച്ചതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു പരത്തും, പോലീസിനോട് വരെ. മേഘയുടെ ആ ഒരു കൗശലം കേട്ടപ്പോൾ അയാൾ പോലും അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.